വലത്തെ കണ്ണ് പിടച്ചാൽ തുടിച്ചാൽ അത് കരയാനുള്ള അല്ല ചിരിക്കാനുള്ള അടയാളമാണ്, സന്തോഷിക്കാനുള്ള അടയാളമാണ്. ഇടത്തെ കണ്ണ് തുടിച്ചാൽ പിടച്ചാൽ അത് കരയാനുള്ള ദുഃഖിക്കാനുള്ള അടയാളമാണ്. വലതുമൂക്ക് ചൊറിഞ്ഞാൽ ആരോ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട് എന്നാണ്. ഇടത്തെ മൂക്ക് ചൊറിഞ്ഞാൽ ആരോ നമ്മെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, ഗീബത്ത് പറയുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഉള്ളം കൈ ചൊറിഞ്ഞാൽ എവിടുന്നോ പൈസ വരാനുണ്ട് എന്നാണ്. പിന്നെ അടിക്കാല് ചൊറിഞ്ഞാൽ എവിടേക്കോ യാത്ര പോകാനുണ്ട് എന്നാണ്. സ്ത്രീകൾ ഇങ്ങനെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ കടുകൊന്ന് മറിഞ്ഞു പോയാൽ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടാവാനുണ്ട് എന്നാണ്. മുറ്റത്തുള്ള കാക്ക ഒന്ന് കുറുക്കിക്കരഞ്ഞാൽ ഏതോ വിരുന്നുകാര് വരാനുണ്ട് എന്നാണ് പറയുക. മൂങ്ങക്ക് കരയാൻ പാടില്ല. മൂങ്ങ കരഞ്ഞാൽ അല്ലെങ്കിൽ മൂങ്ങനെ കണ്ടാൽ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോകുന്നതാണ്. എവിടേക്കെങ്കിലും യാത്ര തിരിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച പാവം എന്തെങ്കിലും അത്യാവശ്യത്തിന് മുന്നിലൂടെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ആ യാത്രയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ആ യാത്ര ക്യാൻസൽ ചെയ്യണം എന്നാണ്. ഇനി ഏതെങ്കിലും വിഷയത്തിൽ എവിടെയെങ്കിലും 13 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ശൈത്താന്റെ നമ്പറാണ്, അത് എടുക്കാൻ പാടില്ല, അത് ഭയങ്കര പ്രശ്നമാണെന്നാണ്. ചൊവ്വാഴ്ച ദിവസം കുടിയിൽ കൂടാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല, ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, യാത്ര പുറപ്പെടാൻ പാടില്ല, ഇതൊന്നും പറ്റൂല. ചൊവ്വാഴ്ച ശകുനത്തിന്റെ ദിവസമാണെന്നാണ്. ഇനി വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ട് തിരിച്ചു കയറിപ്പോയാ അത് ഭയങ്കര അപശകുനാണെന്നാണ്. തിരിച്ചു കയറാൻ പാടില്ല, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും തിരിച്ചു കയറിപ്പോകരുത്. ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോ ഭാര്യയോ ഉമ്മയോ പെങ്ങളോ ആരെങ്കിലും പിറകുന്നൊന്ന് വിളിച്ചാൽ പിന്നെ പോയി, അത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര കുഴപ്പമാണ്. വീട്ടിലെങ്ങാനും അബദ്ധത്തിൽ ഒരു പുൽച്ചാടി, ഈ നമ്മുടെ നാട്ടിൽ പച്ചത്തുള്ള എന്നൊക്കെ പറയും, പുൽച്ചാടി വന്നിരുന്നാൽ കുറേ സമ്പത്ത് ഉണ്ടാവുന്നതാണ്, ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസം ഇരുന്ന് ചിന്തിച്ചത് ലിസ്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇതിനൊന്നും യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇവിടം കൊണ്ട് തീവിലട്ടോ. ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ ഇതല്ലാത്തത് പിന്നെയുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നറിയാം? കൂട്ടത്തോടെ ആളുകൾ ബാങ്ക് വിളിക്കും. അപ്പൊ ആ പകർച്ചവ്യാധിന്റെ കാരണം എന്താണ് പിന്നീടാണ് കണ്ടെത്തുന്നത്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? കൂട്ടത്തോടെ ഇങ്ങനെ ബാങ്ക് വിളിക്കും. അതുപോലെ തന്നെ പണ്ട് പ്രായമുള്ള ആളുകളൊക്കെ പട്ടി ഓരിയിടുന്നത് കേട്ട് കഴിഞ്ഞാൽ, കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറയും. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? സ്വർഗവാസികളോട് പടച്ചോൻ പറയുന്ന വർത്താനാണ് അത്, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അത് എപ്പോഴാ ചെല്ലണത്? പട്ടിയുടെ ഓരിയിടൽ കേൾക്കുമ്പോഴാണ് സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് ചെല്ലുന്നത്. ഇതൊക്കെ എന്തൊക്കെയോ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമുദായമായി പോയി നമ്മളുടേത്. വല്ലാത്തൊരു വേദന, ചില സമയത്തൊക്കെ നമുക്ക് വല്ലാത്ത പ്രയാസം തോന്നിപ്പോകും. പ്രിയപ്പെട്ടവർ, ഇത്തരം വിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമാധാനം തന്നെ കരുത്തികൾ. ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങളൊന്നും ആലോചിച്ച്, ഒരു കറുത്ത പൂച്ചക്ക് ഓടാൻ പറ്റൂല, മൂങ്ങക്ക് കരയാൻ പറ്റൂല, കാക്കക്ക് കുറുക്കാൻ പറ്റൂല. ഇതിനൊക്കെ പടച്ചോൻ കൊടുത്ത സ്വാതന്ത്ര്യം ഇതൊക്കെ ചെയ്യാൻ. ഇത് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ മരണം ഉണ്ടാവും, അവിടെ അപകടം ഉണ്ടാവും, ഇവിടെ അപകടം ഉണ്ടാവും. ഇനി എങ്ങാനും എന്തെങ്കിലും അബദ്ധത്തിൽ യാദൃച്ഛികമായി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി ബിനോൻ അതിൽ അടിയുറച്ച വിശ്വാസിയായി. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഇതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണ് ഈ സമുദായത്തെ പുരോഹിതവർഗം എന്നും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ചൂഷണമാണ്. ഇത്തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ ഇതുപോലെയുള്ള എന്ത് കഥകൾ പറഞ്ഞാലും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. ഇതിലൂടെ 3 തരത്തിലുള്ള ചൂഷണങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തത് സാമ്പത്തിക ചൂഷണമാണ്. രണ്ടാമത്തത് ബന്ധങ്ങൾ തകർത്തുകൊണ്ടുള്ള ചൂഷണമാണ്. മൂന്നാമത്തത് ലൈംഗിക ചൂഷണമാണ്. ഈ 3 ചൂഷണങ്ങളും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പരക്കെ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൊയ്തീ ശൈഖിനെ കുറിച്ചും റിഫായി ശൈഖിനെ കുറിച്ചും ഒക്കെ പറയപ്പെടുന്ന കഥകൾ എത്രമാത്രം അബദ്ധജടിലവും അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതവുമാണെന്ന് ആ കഥകൾ കേട്ടവർക്കും വായിച്ചവർക്കും കൃത്യമായി അറിയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ?
ആ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അന്ന് വിധിച്ച ആളുകളുടെ റൂഹ് മുഴുവൻ പിടിച്ചിട്ട് ആകാശത്തേക്ക് പോകുമ്പോ മൊയ്തീൻ ഷേഖിന്റെ മുരീദായ ഒരു മനുഷ്യന്റെ ഉമ്മ വന്നിട്ട് മൊയ്തീൻ ഷേഖിനോട് പരാതി പറഞ്ഞു എന്നാണ്. മൊയ്തീൻ ഷേഖ് അപ്പൊ ദേഷ്യം പിടിച്ചു. എന്താണ്? അദ്ദേഹം പറഞ്ഞു, ആഹാ, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മുരീദിന്റെ റൂഹ് പിടിക്കാൻ ആരാ തയ്യാറായിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം മലക്കുൽ മൗത്തിന്റെ പിന്നാലെ പറന്നുപോയി എന്നാണ്. എന്നിട്ട് റൂഹ് ഇങ്ങനെ പിടിച്ചിട്ട് കൊട്ടയിലിട്ടിട്ടാണ് അത്തരം മലക്കുൽ മൗത്ത് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഏതെങ്കിലും മീൻകാരൻ ഉണ്ടാക്കിയ കഥയായിരിക്കും. ഇത് കാലാന്തരത്തിൽ ആളുകൾ വലിയ പ്രമാണമായും വലിയ സംഗതിയായും വിശ്വസിച്ചു പോലെയാണ്. കടിന്റെ പീലിക്കിടയിൽ ഒളിച്ചു നിന്നിട്ട് ഒളിച്ചാമുത്ത് കളിച്ച കഥ, സാറ്റ് കളിച്ച കഥയൊക്കെ നമ്മൾ എമ്പാടും വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ തമാശയോടുകൂടിയാണ്, ഒരു സ്വല്പം വേദനയോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എത്ര ബന്ധങ്ങളാണ് അന്ധവിശ്വാസം മൂലം തകരുന്നത്, എത്ര ബന്ധങ്ങളാണ്. നിങ്ങൾ ആലോചിക്കും, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ, എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം വരുമ്പോ നേരെ പോവാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, ഇന്നാള് ഇന്നത് ചെയ്തതാണ്, ഇന്നാള് ഇന്നത് ചെയ്തതാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, സഹോദരന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഈ തങ്ങന്മാരും സിദ്ധന്മാരും ചെയ്യുന്നത് വലിയ അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ. ഒരു തമാശ, ഒരാള് ഇതുപോലുള്ള ഒരു ജിന്നുമ്മന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് കയറാൻ പോകുമ്പോ അയാളുടെ ഒരു പരിചയക്കാരനെ പുറത്ത് കണ്ടു എന്നാണ്. അപ്പൊ പരിചയക്കാരൻ ചോദിച്ചു, എന്താ വിഷയം? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു മാല കാണാണ്ടായിപ്പോയി, അത് കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട്, എവിടെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അയാൾ കുറച്ചൊരു തിരുവാറുള്ള മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, നീ ആ ജിന്നുമ്മന്റെ വീടിന്റെ പുറത്ത് കണ്ടോ ഒരു CCTV ക്യാമറ ഉണ്ട്? അതെന്തിനാണെന്നറിയോ? ഈ പുറത്ത് നടക്കുന്നത് എന്താണെന്ന് ഉള്ളിൽ ജിന്നുമ്മക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് പുറത്ത് CCTV വെച്ചത്. ആ ജിന്നുമ്മന്റെ അടുത്താണോ നീ പോയിട്ട് നിന്റെ വീട്ടിൽ നിന്ന് കാണാതായ മാലക്ക് തിരയുന്നത് എന്ന് തിരിച്ചു ചോദിച്ചതാണ്. ഈ ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ അബദ്ധജനീലമായ അന്ധവിശ്വാസത്തിൽ മുങ്ങിക്കുളിക്കുകയാണ് സമുദായം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇനി ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം നഗ്നപൂജ നടത്തണമെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ചൂഷണം ചെയ്യപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. ആ പെൺകുട്ടി മാധ്യമങ്ങളോട് തുറന്നു പറയാൻ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഈ ഉമ്മത്തിൽ തന്നെയാണ് അന്ധവിശ്വാസം പേർത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ മനുഷ്യന്മാരുടെ ബുദ്ധി പോകുന്നത്? എവിടെയാണ് ഈ മനുഷ്യർ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും കൊണ്ടുപോയി തള്ളുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാണ്. കുറെ നേരം ഇങ്ങനെ ചിരിച്ചു, പുഞ്ചിരിക്കാണ്, പൊട്ടിച്ചിരിക്കല്ല, ചിരിക്കാൻ. കുറെ നേരം ചിരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പിന്നെ കരയാൻ തുടങ്ങി. പിന്നെ കുറച്ചു വീണ്ടും ചിരിക്കാൻ തുടങ്ങി, പിന്നെ വീണ്ടും കരയാൻ തുടങ്ങി. ഇതിങ്ങനെ മാറി മാറി ആയപ്പോ സഹാബികൾ, അദ്ദേഹം ഭരിക്കുന്ന കാലത്താണ് കേട്ടോ, സഹാബികൾ വന്നിട്ട് ഉമറിനോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താണിത്? കുറെ നേരം ചിരിക്കുന്നു, കുറെ നേരം കരയുന്നു, നിങ്ങൾ ഇങ്ങനെ വൈകാരികതകൾ മാറി മാറി വരാനുള്ള മുഖത്ത്, എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു പറയാണ്, എന്റെ ജാഹിലിയ കാലത്തെ ഒരു യാത്ര ഞാനൊന്ന് ചിന്തിച്ചു പോയതാണ്. ആ യാത്ര എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ എന്റെ പാണ്ടക്കെട്ട് മുഴുവനും എടുത്തിട്ട് ഒരു ദീർഘദൂര യാത്രയാണ്, യാത്രക്ക് വേണ്ടി യാത്രക്ക് പുറപ്പെട്ടു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നേരത്ത് എന്റെ ദൈവത്തെ ഞാൻ എടുക്കാൻ മറന്നുപോയി, എന്റെ വിഗ്രഹത്തെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അവസാനം ഞാൻ തലമുകഞ്ഞ് ആലോചിച്ചു, എങ്ങനെയാണ് ഞാൻ ഇന്ന് എന്റെ ആരാധന നടത്തുക എന്ന് ഞാൻ തലമുകഞ്ഞ് ആലോചിച്ചു. അവസാനം എനിക്കൊരു വഴി കിട്ടി. എന്താണ്? കഴിക്കാൻ കുറച്ച് ഈത്തപ്പഴം കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ, ആ ഈത്തപ്പഴത്തിന്റെ കുരു മുഴുവനും കളഞ്ഞിട്ട് അത് മാവിന്റെ പരുവത്തിൽ കുഴച്ചുണ്ടാക്കിയിട്ട് ഞാൻ സ്ഥിരമായി ആരാധിക്കുന്ന ആ പ്രതിഷ്ഠയുടെ രൂപത്തിലേക്ക് അത് മാറ്റുക, എന്നിട്ട് അതിനെ ആരാധിക്കുക. അദ്ദേഹം അത് ചെയ്തു. ഈത്തപ്പഴത്തിന്റെ കുരുവൊക്കെ കളഞ്ഞ് അത് കുഴച്ച് പരുവത്തിലാക്കി ബിംബത്തിന്റെ രൂപത്തിലാക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ആരാധിച്ചു. അദ്ദേഹം ആ സമയത്ത് വിഗ്രഹ ആരാധകനാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ വിഗ്രഹത്തെ ഭാണ്ഡക്കെട്ടിൽ വെച്ചിട്ട് യാത്രാ സാമഗ്രികൾ വെച്ചിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിശന്നപ്പോ ആരാധിച്ച അതേ ബിംബത്തെ എടുത്ത് തിന്നുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഇത് ആലോചിച്ചിട്ടാണ്, എന്റെ ഈ ഒരു തമാശ ആലോചിച്ചിട്ടാണ്, ഈ ജാഹിലിയ കാലത്ത് ഞാൻ ചെയ്തു കൂട്ടിയ ഈ വിഡ്ഢിത്തം ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചു പോയത്. അപ്പൊ നിങ്ങൾ കരഞ്ഞത് എന്തിനാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കരഞ്ഞതേ അവിടെ നിന്നെങ്ങാനും എനിക്കൊരു മോചനമില്ലായിരുന്നെങ്കിൽ, അവിടെ നിന്നെങ്ങാനും ഈ വെളിച്ചം, ഇസ്ലാമിന്റെ വെളിച്ചം, ഈ തൗഹീദിന്റെ വെളിച്ചം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതേ കോലത്തിൽ ഞാൻ മരിച്ചു പോകൂലേ എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ എന്നെ കരയിച്ചത്, എന്നെ വേദനിപ്പിച്ചത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ
മക്കയിലേക്ക് തന്നെ നിങ്ങൾ പോയി നോക്കുക. ഹിറാ ഗുഹയിലേക്ക് ഒന്ന് കയറിയാൽ ഒരു ജിജ്ഞാസക്കും ആകാംക്ഷക്കൊക്കെ വേണമെങ്കിൽ ഹിറാ ഗുഹയിലേക്ക് നമുക്ക് കയറാം. ആരോഗ്യം ഉണ്ടെങ്കിൽ, കാലിന് കഴിയുമെങ്കിൽ, മുട്ടിന് ശക്തി ഉണ്ടെങ്കിൽ വലിഞ്ഞ് നമുക്ക് കയറാം. കുഴപ്പമൊന്നുമില്ല, ഹറാമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് കൂലിയുമില്ല, പ്രത്യേകിച്ച് ഒരു സുന്നത്തുമില്ല. ഇവിടെ കയറി കഴിഞ്ഞാൽ അവിടെ കുറെ പേരുകൾ ഉറുദുവിലും അതുപോലെ തന്നെ ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഇന്തോനേഷ്യൻ ഭാഷയിലൊക്കെ കുറെ പേരുകൾ എഴുതി വെച്ചിട്ടാണ്. ഇത് എന്തിനാണ് പോകുന്നറിയോ? ഇത് ഈ ലിസ്റ്റ് അനുസരിച്ചാണത്രേ നാളെ മഹ്ശറയിൽ വെച്ച് അള്ളാന്റെ റസൂല് ശഫാഅത്തിന് വിളിക്കുക എന്ന വിശ്വാസം ഉംറക്ക് വരുന്ന ഹാജിമാരുടെ തലച്ചോറിൽ വരെ ഈ പറയുന്ന വിഭാഗം കുത്തി നിറച്ചു കൊടുത്തിരിക്കുന്നു എന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോലും. തൗഹീദിന്റെ ഈ ചിഹ്നമാണ്. ലോകത്തുള്ള സകല നവോത്ഥാനങ്ങളുടെയും പോച്ചിലുമാണ് മക്ക. ഇനി ഉംറക്ക് നിങ്ങൾ ഗ്രൂപ്പിന്റെ ഒക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 റക്അത്ത് തഹജ്ജുദ് കൂടി നിസ്കരിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പ്രായമുള്ള 40, 50, 60 വയസ്സുള്ള സ്ത്രീകൾ ഇങ്ങനെ വേച്ച് കതച്ച് പ്രയാസപ്പെട്ട് വിയർത്ത് കുളിച്ചിങ്ങനെ റൂമിലേക്ക് കയറി വരുന്നതാണ്. എന്താ സംഭവം എന്നറിയോ? സൗർ ഗുഹയിലേക്ക് കൊണ്ടുപോയതാണ്. എത്ര നടക്കാണ്ടെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒരു ദിവസമല്ല കൊണ്ടുപോവുക, 3 ദിവസം ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് അവിടെ പാർത്തത്. അതുകൊണ്ട് ആ 3 ദിവസം സൗർ ഗുഹയിൽ പോയി നിൽക്കണമെന്ന അന്ധമായ വിശ്വാസത്തെ, ഒരു പ്രാമാണികതയുമില്ലാത്ത വിശ്വാസത്തെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കാൻ, എന്നിട്ട് അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നു, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു. അവർന്നാകെ 10-20 റിയാൽ കൊടുത്താൽ പോകാവുന്ന അത്രയും ദൂരം മാത്രമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, അവിടുന്ന് ദുആ ചെയ്യാൻ, അവിടുന്നുള്ള സംഗതികൾ ചെയ്യാൻ വേണ്ടി 50-100 റിയാൽ വാങ്ങിച്ചിട്ട് ഉസ്താദ്മാര് കൊണ്ടുപോവാൻ. അന്ധവിശ്വാസത്തിലൂടെ മാത്രമേ ചൂഷണങ്ങൾ നടക്കുള്ളൂ പ്രിയപ്പെട്ടവരെ. യഥാർത്ഥ വിശ്വാസത്തിൽ ചൂഷണത്തിന് ഉപാധിയില്ല. പറ്റിക്കാനുള്ള ഒരു പഴുതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിൽ ബാക്കി വെച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഉമറിന്റെ മുന്നിലേക്ക് ഒരു കേസ് വരികയാണ്. എന്താണ് കേസ്? ആ കേസ് ഷജറത്തുൽ ബൈഅ എന്ന മരമുണ്ട്. മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴി ആ മരത്തിനൊരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ സ്വപ്നം കണ്ടിട്ട്, മക്കയിലേക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് ഉംറയ്ക്ക് വേണ്ടി പോയി. ഉംറയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ആരനുവദിച്ചില്ല? ഖുറൈശികൾ അനുവദിച്ചില്ല. മക്കയുടെ പുറത്ത് അവർ തമ്പടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംസാരിക്കാൻ വേണ്ടി അവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് കാണാതിരുന്നപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കിംവദന്തി പരന്നു. എന്താണ്? ഉസ്മാനിനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ സമയം പ്രവാചകൻ ഒരു മരത്തിന്റെ കീഴിലേക്ക് പോയി, എന്നിട്ട് കൈ നീട്ടി, എന്നിട്ട് പറഞ്ഞു, മുഅ്മിനുകളെ, ഒന്നുകിൽ ഉസ്മാനിനെയും കൊണ്ട് നാം മദീനയിലേക്ക് തിരിച്ചു പോകും, അതല്ലെങ്കിൽ ഉസ്മാൻ കൊല്ലപ്പെട്ടതുപോലെ ഈ മണ്ണിൽ നമ്മൾ പോരാടി മരിക്കും. തയ്യാറുള്ളവർ എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ യാത്രികരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഒഴിയാതെ സകല മനുഷ്യരും വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തു. ആ സംഭവത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സംസാരിക്കുന്ന, അല്ലാഹു പറയാൻ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ മരത്തിന്റെ കീഴിൽ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്തപ്പോ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലെ ആത്മാർത്ഥതയെ അള്ളാഹു തൊട്ടറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ ഹൃദയത്തിലേക്ക് പടച്ചിറപ്പ് സമാധാനം ഇറക്കിയിരിക്കുന്നു. ഇതിന് പകരമായി വലിയൊരു വിജയമിതാ വരാനിരിക്കുകയാണ്. മക്ക എന്ന നാട് ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാനിരിക്കുകയാണ്. ഈ സംഭവം നടന്ന മരമാണിത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ആ മരത്തിന്റെ താഴെ വിശ്രമിക്കാൻ തുടങ്ങി, അതിന് വാട് കുറച്ചിടാൻ തുടങ്ങി, അവിടെ കിടന്ന് നിസ്കരിക്കാൻ തുടങ്ങി, അവിടെ നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ആ ഖുർആനിൽ പറഞ്ഞ മരല്ലേ, അള്ളാഹിന്റെ സക്കീനത്ത് ഇറങ്ങിയ മരല്ലേ, മക്ക വിജയത്തിന് കാരണമായ മരല്ലേ, അതുകൊണ്ട് അവിടെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് അവിടെ സംവിധാനം ചെയ്യണം ചെയ്തത് അല്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു വേര് പോലും അവശേഷിക്കാത്ത രീതിയിൽ ആ മരം വെട്ടി വേരോടെ പിഴുതു കളയണമെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ കാരണം പ്രിയപ്പെട്ടവരെ? ഇന്ന് ആ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കും, നാളെ ആ മരത്തിന്റെ ചോട്ടിൽ നിസ്കരിക്കും, മറ്റന്നാളെ ആ മരത്തിന്റെ ചോട്ടിൽ
മുമ്പിൽ ദുആ ചെയ്യും, അതിന്റെ അപ്പുറത്ത് ആ മരത്തിൽ നിന്ന് തബറുക്കെടുക്കും, അതിന്റെ അപ്പുറത്ത് ആ മരത്തിനോട് സങ്കടം പറയും, അതിന്റെ അപ്പുറത്ത് ആ മരത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. ഇങ്ങനെ ഘട്ടമായിട്ടാണ് പിശാച് മനുഷ്യരെ വഴിതെറ്റിക്കുക എന്ന് കാര്യബോധമുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു മനസ്സിലാവുകയും ആ മരം മുഴുവൻ വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതോ ഒരു മുടി കിട്ടിയപ്പോ ആ മുടിയുടെ പേരിൽ ഇല്ലാത്ത പൊല്ലാപ്പൊന്നുമില്ല. ആ മുടിയിട്ട വെള്ളം കുടിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് അങ്ങാനോ ആണ് ഈ ഒരു സംഭവമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അനാവശ്യമായ ഭയവും അനാവശ്യമായ പ്രതീക്ഷയും മനുഷ്യ മനസ്സുകളിൽ നിറച്ചിട്ട് അവരെ സാമ്പത്തികമായും ശാരീരികമായും ബന്ധങ്ങൾ തകർത്തുകൊണ്ടും ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, സൂറത്തു യാസീനിൽ എന്താണ് ത്വയ്ർ എന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച് എന്താ പറയാറിയോ? ഓ നിരീശ്വരവാദിയാണ്, ഓ യുക്തിവാദിയാണ്, ഓ പുത്തംവാദിയാണ്, ഓ വഹാബിയാണ്, ഓ പറയുന്നത് കേൾക്കാൻ പാടില്ല, ഓ തോന്നിയവാസിയാണ് എന്നൊക്കെ പറയും. ഈ പറച്ചിൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിന്റെ 19-ാമത്തെയും 20-ാമത്തെയും ആയത്തുകൾ, 18-ാമത്തെയും 19-ാമത്തെയും ആയത്തുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ബിംബങ്ങൾ നിങ്ങൾ കൈവിടുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ വിഭാഗം ആളുകൾ പറഞ്ഞെന്തറിയോ? ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങൾ ശകുനാണ്, നിങ്ങളെ കാണുന്നത് തന്നെ ശകുനാണ്, നിങ്ങൾ ദുശ്ശകുനങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, നിങ്ങൾ ഈ വർത്താനം നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടുകയും കൊല്ലുകയും ചെയ്യും എന്നാണ് ഈ വിഭാഗം ആളുകൾ പറഞ്ഞത്. ആ സമയം ആ പ്രവാചകന്മാർ പറഞ്ഞെന്താ അറിയോ? ശകുനം ഞങ്ങളല്ല നിങ്ങളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം പോകുന്നുണ്ടെങ്കിൽ, ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ശകുനം ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണ് എന്ന് ആ പ്രവാചകന്മാര് തിരിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു മനസ്സ് മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കുന്നത് ചരിത്രകാരന്മാർ പറയുന്നു 11 വയസ്സുള്ളപ്പോഴാണ്. പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെക്കുന്നത് അങ്ങനെയാണ്. 11 വയസ്സുള്ളപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ തലച്ചോറ് ഉപയോഗിച്ചു, തന്റെ ബുദ്ധി ഉപയോഗിച്ചു. ഇബ്രാഹിം നബിയുടെ വാപ്പയായ ആസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ജോലി എന്തായിരുന്നു? ബിംബം ഉണ്ടാക്കുക എന്നതായിരുന്നു. ബിംബം ഉണ്ടാക്കിയിട്ട് വെക്കുക. ഇബ്രാഹിം നബി കാണുന്ന എന്താണ്? വീട്ടിലെത്തുമ്പോ കളിമണ്ണൊക്കെ കുഴച്ച് കണ്ണും മൂക്കൊക്കെ വെച്ചുകൊടുത്ത് കാലും കൈയൊക്കെ തരപ്പെടുത്തി തന്റെ ഉപ്പുണ്ടാക്കുന്ന ബിംബം പുറത്തിറങ്ങുമ്പോ കാണുന്ന എന്താണ്? ഈ ബിംബത്തിന്റെ മുന്നിൽ ആകെ ബേജാറായി പ്രയാസപ്പെട്ട് ഈ ബിംബത്തിന് എന്തൊക്കെയോ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ആ ബിംബത്തിന് മുന്നിൽ ആരാധിക്കാൻ. അപ്പൊ ഇബ്രാഹിം നബിക്കറിയാം ഇത് എന്റെ വീട്ടിലുണ്ടാക്കിയ ബിംബം എന്നല്ലേ, ഇതിലെന്ത് പ്രത്യേകതയാണുള്ളത്? ഇനി ഏറ്റവും വലിയ രസതല്ല, ഇബ്രാഹിം നബിയുടെ വാപ്പ തന്നെ ആ ബിംബത്തെ ആരാധിക്കാൻ. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന അന്ധവിശ്വാസിയായ വാപ്പാക്ക് മുന്നിൽ ഇബ്രാഹിം നബി ചോദിച്ചു, യാ അബ, പൊന്നു വാപ്പ, ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. കാണാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല, ഒരു കാക്ക വന്ന് കാട്ടിച്ചാൽ അത് തുടച്ചു നീക്കാൻ പോലും കഴിയില്ല, ഉപകാരവും ഇല്ല, ഉപദ്രവവും ഇല്ല. ഇങ്ങനത്തെ ഒരു സംഗതി എന്തിനാണ് വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ വാപ്പാന്റെ മറുപടി എന്തായിരുന്നു? അറാബിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിം, നീ എന്റെ ഇലാഹുകളെ കുറ്റം പറയേ, നീ എന്റെ ഇലാഹുകളെ തള്ളിപ്പറയേ, നീ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ നീ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുറത്താക്കിയത് അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം, നന്നായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകളോട് ഇത് നമ്മളിങ്ങനെ മൊയ്തീൻ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല, അതിൽ ശരിയില്ല, ഉപദ്രവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോ നമ്മളോട് ചില ആളുകൾ പറയും, പൊരുത്തക്കേട് കിട്ടും, നീ ചോര ഛർദ്ദിച്ചു മരിക്കും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് അസുഖം വരും, നീ ആകെ മുടിഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോ നമ്മൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? ഇത് നമ്മളോട് മാത്രമല്ല പറഞ്ഞത്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത്, കൊല്ലങ്ങൾക്കപ്പുറത്ത് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് ഈ ഇലാഹുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞെന്താ അറിയോ? ഇന്നഖൂലു ഇല്ല അതറാക ബഅദു ആലിഹതിനാ ബിസൂ.
ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് നിന്നെ ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് എന്തോ ഒരു പൊരുത്തക്കേട് നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ ആളുകൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്, നിങ്ങളും സാക്ഷ്യം വഹിക്കുക, നിങ്ങൾ പങ്കുചേർക്കുന്ന ഒന്നിനെയും എനിക്കൊരു വിലയുമില്ല, ഞാനതിനെ പേടിക്കുന്നില്ല, അതുമായി എനിക്കൊരു ബന്ധവുമില്ല. മിൻ ദൂനിഹി, എന്റെ റബ്ബിനെ അല്ലാതെ. ഫകീദൂനി ജമീഅ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തുകൊള്ളുക. എന്തൊരു വർത്താനാണ് പ്രിയപ്പെട്ടവരെ! ഒരു സമുദായം മുഴുവൻ പേടിപ്പിക്കടാ, പൊരുത്തക്കേട് കിട്ടും, നീ നശിച്ചു പോവും. ഹൂദ് നബിയുടെ മറുപടി എന്താ അറിയോ? ഫകീദൂനി ജമീഅ, നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ചെയ്തോ, നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് നിങ്ങളത് ചെയ്തോ. തുമ്മലാ തുന്തുറു, നിങ്ങൾ ആര് മൈൻഡ് ചെയ്യാൻ പോകും? നിങ്ങളെ ഈ പേടിപ്പിക്കലും നിങ്ങളുടെ ഈ ഭീഷണിപ്പെടുത്തലും ആര് വില വെക്കുന്നു കൂട്ടരെ? എന്നിട്ട് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കി പറയാൻ, ഇന്നി തവക്കൽതു അലല്ലാഹ്. അല്ലാഹു അക്ബർ, വല്ലാത്ത വാക്കാണ്. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ ഇതാ എന്റെ റബ്ബിൽ വരമേൽപ്പിക്കുകയാണ്, അല്ലാഹുവിൽ വരമേൽപ്പിക്കുകയാണ്. റബ്ബി വറബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവേ. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു ജീവജാലങ്ങളും ഈ ഭൂമി ലോകത്തില്ല, ഈ മഹാപ്രപഞ്ചത്തിലില്ല. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വർത്താനം, ഈ ഒരു വർത്താനം തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. അന്ധവിശ്വാസമായിട്ട് പേടിപ്പിക്കാൻ വരുന്ന ആളുകളോട് എന്താണോ നിന്നെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്തോ, ആയിക്കോട്ടെ. ചില ആളുകളൊക്കെ മെസ്സേജ് അയക്കുമല്ലോ, ഈ മെസ്സേജ് നിങ്ങൾ 10 ആൾക്ക് ഫോർവേഡ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം കിട്ടും, അവഗണിച്ചാൽ മരിച്ചു പോകും, മരിക്കട്ടെ എന്ന് തിരിച്ചു പറയാൻ നമുക്ക്. അവിടെയാണ് തവക്കുൽ പ്രിയപ്പെട്ടവരെ. അല്ലാണ്ട് ഒരു മെസ്സേജ് വരുമ്പോ പേടിച്ചു പോകുന്ന, ABCDയും അലിഫും ബാവും എഴുതി ഒരു മുട്ട കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന ഈമാൻ ഒരു മുസ്ലിമിന് ഉണ്ടാവരുത്. അവിടെ തകർന്നു പോകേണ്ടതല്ല എന്ന മുസ്ലിമിനോട് അല്ലാഹ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹ് പറയുന്നത് എന്താ? ഖുല്ലൈ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഖുൽ നബിയേ പറയാൻ പറയുക, ഞങ്ങളെ ബാധിക്കുകയില്ല, ഞങ്ങൾക്ക് അല്ലാഹു എഴുതിയതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. എന്തൊരു വർത്തമാനമാണ് പ്രിയപ്പെട്ടവരെ! അല്ലദീന ഖാല ലഹുമുന്നാസ്, അവരോട് ജനങ്ങൾ പറഞ്ഞാൽ, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ ഇതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കും, നിങ്ങൾ കൊല്ലപ്പെടാൻ പോവാണ്, നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പോകുകയാണ്. പക്ഷവും അതുകൊണ്ട് ഭയപ്പെടുക. അങ്ങനെ പറയപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വഖാലു, അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. വനിഅ്മൽ വകീൽ, ബലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ പടച്ച റബ്ബ് തന്നെയാണ്. എത്ര സുരക്ഷിതമായ ജീവിതം, എത്ര സമാധാനപരമായ ജീവിതം! എനിക്ക് എന്ത് രോഗം വന്നാലും അത് എന്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ എന്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. എനിക്ക് കഷ്ടപ്പാട് വന്നാൽ എന്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. അല്ലാതെ എന്റെ റബ്ബിനല്ലാതെ എന്നെ ഉപദ്രവിക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. എന്റെ റബ്ബിനല്ലാതെ എന്റെ ഉപദ്രവങ്ങൾ നീക്കാനും സാധ്യമല്ല എന്ന അടിയുറച്ച വിശ്വാസം പ്രിയപ്പെട്ടവരെ. നിസ്കാരം കഴിഞ്ഞ ഈ ജുമാ കഴിഞ്ഞാൽ പോലും നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ചെന്താ? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത, നീ തടഞ്ഞത് തരാൻ ആരും കഴിയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തന്നത് തടയാനും നീ തടഞ്ഞത് തരാനും ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 10,000-കണക്കിന് സംഗതികൾ, ഭയപ്പെടുന്ന, പേടിക്കുന്ന, അസമാധാനം നിറഞ്ഞൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളോട് ഗുഡ് ബൈ പറയുക, അന്ധവിശ്വാസങ്ങളുമായി മുഖം തിരിഞ്ഞ് നിൽക്കുക, അതിനെ ശക്തമായി എതിർക്കുക. അന്ധവിശ്വാസത്തെയും അന്ധവിശ്വാസികളെയും സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. കാരണം ഇസ്ലാം കടന്നു വന്നത് സകല അന്ധവിശ്വാസങ്ങളുടെയും വേരെടുത്തിട്ടാണ്, കടക്ക് കത്തിവെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പത്തരമാക്കി പരിശുദ്ധിയുള്ള വിശ്വാസം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വളരെ വേദനാജനകമായ ഒരുപാട് സംഭവങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിക്കൊണ്ട്, ഇത്ര കർക്കശമായിക്കൊണ്ട് ഈ ഒരു വിഷയം ഇവിടെ പറയേണ്ടി വന്നത്. ഉമ്മത്ത് പലരുടെയും അടുത്തേക്ക് ഓടുകയാണ്. ജീവിതത്തിൽ കുട്ടി ഇല്ലാതാകുമ്പോ മലയന്റെ അടുത്തേക്ക് പോകുന്ന ഉമ്മത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തുന്ന ഉമ്മത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജിന്നുമ്മന്റെ അടുത്ത് പോയിട്ട് അതിന്റെ കാര്യങ്ങൾക്ക് പരിഹാരം തേടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അള്ളാഹ് പറയുന്നത് ഞാൻ തൊട്ടടുത്തുണ്ട്, ആ പടച്ചോന് വേണ്ട, തൊട്ടടുത്ത് റബ്ബുണ്ട്, ആ റബ്ബിനെ വേണ്ട. എന്നിട്ട് ഓടെയാണ് ഓരോ സ്ഥലത്തേക്ക്, തങ്ങന്മാരുടെ അടുത്തേക്ക്, ജാറത്തിലേക്ക്, അവിടെ ഇവിടെ നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. ഇതിനേക്കാൾ വലിയ ഒരു നഷ്ടം മുസ്ലിമത്തിന് വേറെ എന്താണ് വരാനുള്ളത്? ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ജാറ, നിങ്ങൾക്ക് അറിയാലോ, ഭീമാപ്പള്ളിയിലേക്കൊന്ന് കയറി നോക്കിയിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? യഥാർത്ഥത്തിൽ മനസ്സ് നൊന്തു പോകുന്ന അവസ്ഥകളാണ് അവിടെയൊക്കെ. മനസ്സ് നൊന്തു പോകുന്ന അവസ്ഥ. അന്നാന്റെ പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പക്ഷെ 12 മണി കഴിഞ്ഞിട്ടും 1 മണി കഴിഞ്ഞിട്ടും ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ആ പള്ളികൾക്കുള്ളിൽ സ്ത്രീകൾ ഒരു മറയില്ലാത്ത രീതിയിൽ കിടന്നുറങ്ങാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു മറയില്ലാതെ കൂടിക്കലരുന്ന അവസ്ഥ. ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. എവിടെയാ പ്രശ്നം? അള്ളാന്റെ പള്ളിയിലേക്ക് വരാൻ പാടില്ല, ഫിത്ന ഉണ്ടാവും. ജാറത്തിലേക്ക് ഏത് നട്ടപ്പാതിരക്കും പോവാം. അവിടെ പോയിട്ട് എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ. സുബ്ഹാനല്ലാഹ്, പുതിയൊരു ജാറം അതിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പതാ നമ്മുടെ പാപ്പൻശ്ശേരി കൊല്ലം നടക്കുന്ന ഉറൂസിന് പുറമെ വേറെ ഉറൂസ്. അതാണ് റസൂലിന്റെ പ്രാർത്ഥന. അള്ളാഹു എന്റെ ഖബർ നീ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലാക്കലെ റസൂല് പറഞ്ഞത് ഇമാതിരി മനുഷ്യന്മാരെ മുന്നിൽ കണ്ടിട്ടാണ്. എത്ര വ്യക്തമാണ് അതാണ് റസൂലിന്റെ പ്രാർത്ഥന. 2 പ്രാർത്ഥനകളാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്. ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എന്റെ ഖബറിനെ നീ മാറ്റല്ല റബ്ബേ. ആഘോഷിക്കപ്പെടുന്ന സ്ഥലമാക്കി എന്റെ ഖബറിനെ നീ മാറ്റില്ല. ഈ രണ്ടും നടക്കും എല്ലാ ജാറങ്ങളിലും. ഇത് രണ്ടും, ആരാധനയും ആഘോഷവും. അള്ളാഹു കാക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ ഉമ്മത്തിന് റബ്ബ് തിരിച്ചറിവ് നൽകട്ടെ. ഇത് പറയുന്ന ആളുകൾ വിഘടനവാദികളും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നവരും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇതിനെതിരെ പറയുന്നവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എന്തെങ്കിലും ലാഭമുണ്ടോ? നീ എല്ലാ ഉറൂസും നിന്നു, എന്താ ഇവിടെ മുജാഹിദുകൾക്ക് എന്തോ എക്സ്ട്രാ പാറ്റന്റ് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും പ്രത്യേക പൈസ കിട്ടാനുണ്ടോ? ഇത് ഇസ്ലാമിന് എതിരായോണ്ടല്ലേ പറയുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ തകർക്കാനാണ് പ്രവാചകം വന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ നൈർമല്യമുള്ളതാക്കാൻ, വിശ്വാസത്തെ പരിശുദ്ധിയുള്ളതാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വെച്ച് തൗഹീദ് സമ്മേളനം നടക്കുകയാണ്. എല്ലാവരും എത്തിച്ചേരുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല. എല്ലാ അന്ധവിശ്വാസങ്ങളും ഒറ്റമൂലിയാണ് തൗഹീദ് പറയുന്നത്. അതിന്റെ അപ്പുറത്ത് വേറൊരു ഒറ്റമൂലിയും ഇല്ല. അതുകൊണ്ട് സംഘടനയും ഗ്രൂപ്പും മറ്റൊന്നും നോക്കാതെ തൗഹീദിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരിക്കാം. തൗഹീദിന് വേണ്ടി നമുക്ക് ശബ്ദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.